മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം മുൻപൊരിക്കലുമില്ലാത്ത വിധം സങ്കീർണമായിക്കൊണ്ടിരിക്കെ തങ്ങൾ നിഷ്പക്ഷരല്ലെന്ന യമനിലെ ഹൂത്തികളുടെ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാൻ, പലസ്തീൻ, ലെബനൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം തങ്ങൾ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഹൂത്തി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയത് വെറുമൊരു പിന്തുണയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സംഘർഷത്തിന്റെ മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അറബ് ലോകത്തെ ഐക്യത്തിൽ വിള്ളലുകൾ വീഴുകയും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ ശക്തികളുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹൂത്തികൾ തങ്ങളുടെ നിലപാട് കടുപ്പിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങളെ ഹൂത്തികൾ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. സുരക്ഷാ ഭീഷണികളെ നേരിടാൻ ഒരു രാജ്യത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും മൗലികമായ അവകാശമാണിതെന്നാണ് അവരുടെ വാദം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ മേഖലയിലെ നിയന്ത്രണം ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഇറാന്റെ ഈ നീക്കങ്ങളെ നിയമപരമായ പ്രതിരോധം എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ മേഖലയിൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമായി തങ്ങൾ മാറിയിരിക്കുന്നുവെന്ന് ഹൂത്തികൾ ലോകത്തെ അറിയിക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിലാണ് ഹൂത്തികൾ പ്രതികരിക്കുന്നത്. ഒമാൻ ഉൾക്കടലിൽ അമേരിക്കൻ നാവികസേന നടത്തുന്ന പ്രവർത്തനങ്ങൾ വെറും കടൽ കൊള്ള ആണെന്ന് അവർ ആരോപിക്കുന്നു. ഇറാന്റെ വാണിജ്യ കപ്പലുകളെ തടയുന്നതും ജീവനക്കാരെ തടവിലാക്കുന്നതും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മാത്രമല്ല, അത് മനഃപൂർവ്വം സംഘർഷം ക്ഷണിച്ചു വരുത്തുന്ന രീതിയാണെന്നും ഹൂത്തികൾ കുറ്റപ്പെടുത്തുന്നു. വാഷിംഗ്ടണിന്റെ സാമ്രാജ്യത്വ നയങ്ങളാണ് മേഖലയിലെ സമാധാനം തകർക്കുന്നതെന്നും ഇതിന് തക്കതായ മറുപടി നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും അവർ പ്രസ്താവനയിൽ ഊന്നി പറയുന്നുണ്ട്. സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും ഹൂത്തികൾ വ്യക്തമായ പരാമർശം നടത്തുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലകൾ തകരുന്നതിൻ്റെയും ഇന്ധന ഭക്ഷ്യ വില വർധനവിൻ്റെയും ഉത്തരവാദിത്തം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തലയിലാണ് അവർ കെട്ടിവെക്കുന്നത്. സമുദ്രപാതകളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന സാമ്പത്തിക ഭീകരവാദമാണ് അമേരിക്ക പയറ്റുന്നതെന്നാണ് ഹൂത്തികളുടെ ആക്ഷേപം. ഇത് തടയാൻ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും, എന്നാൽ നിർഭാഗ്യവശാൽ ചില രാജ്യങ്ങൾ സയനിസ്റ്റ് ശക്തികളുമായി കൈകോർക്കുകയാണെന്നും അവർ പരിതപിക്കുന്നു. UAEയുടെ സമീപകാല നിലപാടുകളെ അറബ് ലോകത്തോടുള്ള വഞ്ചന എന്ന രീതിയിലാണ് ഹൂത്തി സഖ്യങ്ങൾ കാണുന്നത്. ഇസ്രയേലുമായും അമേരിക്കയുമായും UAE നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ പലസ്തീൻ ജനതയെയും മറ്റ് അറബ് രാജ്യങ്ങളെയും പിന്നിൽ നിന്ന് കുത്തുന്നതിന് തുല്യമാണെന്ന് അവർ കരുതുന്നു. സൗദി അറേബ്യയുടെ അയൽരാജ്യമായ യമനിൽ നിന്ന് ഇത്തരമൊരു പ്രഖ്യാപനം വരുന്നത് സൗദിക്കും വലിയ വെല്ലുവിളിയാണ്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഹൂത്തികളുടെ ഈ പരസ്യ പ്രഖ്യാപനം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. യമനിലെ ഹൂത്തികൾ തങ്ങളുടെ സൈനികവും രാഷ്ട്രീയവുമായ നിലപാടുകൾ ഇറാനുമായി പൂർണ്ണമായും ലയിപ്പിച്ചു കഴിഞ്ഞു. ചെങ്കടലിലും ഗൾഫ് ഓഫ് ഒമാനിലും വരും ദിവസങ്ങളിൽ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഭീഷണികൾ വർദ്ധിക്കാൻ ഇത് കാരണമാകും. പലസ്തീൻ വിഷയത്തിലും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന പിന്തുണയിലും തങ്ങൾ ഒട്ടും പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നതിലൂടെ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിനുള്ള കളമൊരുങ്ങുകയാണോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. വൻ ശക്തികളുടെ ഈ ബലപരീക്ഷണം ആഗോള വിപണിയെയും നയതന്ത്ര ബന്ധങ്ങളെയും എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.